സാഹചര്യത്തിൽ നിന്നുണ്ടാവുന്നതാണ്. കാരണം ഇവിടെ കടബാധ്യതകൾ ഏറ്റെടുത്തിട്ടാണ് വീടും പറമ്പൊക്കെ പണയം വെച്ചിട്ട് കാശുണ്ടാക്കിയിട്ടാണ് അവരെ അയച്ചത്. ഒടുവിൽ ഒന്നുമില്ലാതെ, ജോലിയുമില്ല, കാശുമില്ലാതെ തിരിച്ചു വരേണ്ട ഒരവസ്ഥ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ അവർ വരാൻ മടിക്കുന്നു. പക്ഷേ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം എന്നവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ യഥാസമയം പോയില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാം. അപ്പം മാധ്യമങ്ങൾ ഇടപെട്ടു. പക്ഷെ മാധ്യമങ്ങളുടെ ഇടപെടലിന്റെ സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ അത് എത്രമാത്രം ഗുണം ചെയ്തു, എത്രമാത്രം ദോഷം ചെയ്തു എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു ഗുണം ചെയ്തിട്ടുണ്ട്. അതേസമയം അത് ഒരുപക്ഷെ അനാവശ്യമായ ആശങ്കകൾ പടർത്തി. കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളവും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും വലിയ ആശങ്കകളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇത് പ്രത്യേകം നമ്മൾ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം. അതേസമയം നല്ലതല്ലാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് നാം മനസ്സിലാക്കണം. കെ ജെ ജേക്കബിലേക്ക്. ശ്രീ കെ ജെ ജേക്കബ്, പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ വാർത്തകളൊക്കെ ലഭിക്കുന്നത്. നമുക്ക് ആവർത്തിച്ച് പരിശോധിച്ച് ഉറപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇറാഖിനെ സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന വലിയ വിമർശം അതൊരുപക്ഷെ ടെലിവിഷൻ മാധ്യമങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ഒരു പരിധി കടന്നതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വിമർശനം പരിധി കടന്നതാണെന്നോ അതെയോ കവറേജ് പരിധി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വലിയ വിമർശം ടെലിവിഷൻ ചാനലുകൾ നൽകിയ റിപ്പോർട്ടുകളെ ഏറെക്കുറെ മിനിറ്റ് ബൈ മിനിറ്റ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശം ഉയർത്തുന്നുണ്ട്. റിപ്പോർട്ടിങ്ങിൽ വന്ന പിഴവുകൾ, റിപ്പോർട്ടിങ്ങിൽ കാണിച്ച അതിസാഹസികതയോ അല്ലെങ്കിൽ അത്യുത്സാഹമോ ഒക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ആ വിമർശം അർഹിക്കുന്നതാണോ അതോ ഒരു പരിധി കടന്നുള്ളതാണോ? താങ്കളുടെ നിലപാടെന്താണ്? ആ വിമർശനം കുറച്ചർഹിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അത് വിമർശിക്കുന്ന പലരും കണക്കാക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ ചെറിയൊരു സംഭവമല്ല. ഇത് നമ്മുടെ നാട്ടുകാരായ പെൺകുട്ടികൾ വേറൊരു ആഭ്യന്തര സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്നും അവിടെ ഉണ്ട് എന്നുള്ളതും അവരിങ്ങോട്ട് വളരെ ഓൾമോസ്റ്റ് സാഹസികമായിട്ടുള്ള രീതിയിൽ അവർ തിരിച്ചു വരുന്നു എന്നുള്ളതൊക്കെ അത് കവർ ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇപ്പം ഞാൻ ഇന്നലത്തെ വാർത്തകൾ, ഇന്നലത്തെ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ ജനറലി പറഞ്ഞു എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടികൾ അവരെ ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തി ഇനി നെടുമ്പാശ്ശേരിയിൽ നിന്നും ചാനലുകളുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് വലിയതായിട്ട് പലരും സോഷ്യൽ മാധ്യമങ്ങളിൽ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ വിമർശനത്തെ അംഗീകരിക്കുന്നില്ല. കാരണം ഇതിലൊരു വാർത്തയുണ്ട്. ഈ പെൺകുട്ടികൾ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ അവിടെ പെരുമാറിയെന്നുള്ളതും അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നതെന്നുള്ളതും വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മുഖത്തു നിന്നും ആ വാർത്ത കേൾക്കുക, അത് അറിയാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾ പത്രപ്രവർത്തകരായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്രേക്ഷകനെ എന്താണ് വാർത്ത ആഗ്രഹിക്കുന്നത്, അയാൾ എന്തറിയാനായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് കണക്കാക്കി തന്നെ ആയിരിക്കണം സാധാരണഗതിയിൽ ഒരു എഡിറ്റർ പ്രവർത്തിക്കുക. അപ്പോൾ ഈ പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും അവർ കൊച്ചിയിലെത്തി എന്നുള്ളതും രണ്ടും സംഭവങ്ങളാണ്. ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതെ ഒരു മാധ്യമത്തിനും മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അതായത് ഇറാഖിലെ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരി സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, ഞങ്ങളങ്ങോട്ട് പോകുന്നില്ല എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുള്ളറ്റിന് പറയുന്നു ഒരു പ്രത്യേക വിമാനത്തിൽ 46 നഴ്സുമാർ കൊച്ചിയിലെത്തി, അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണെങ്കിൽ പിന്നെ വിമർശനം വരിക, ഇതാ നോക്കൂ അവരെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയില്ല എന്നുള്ളതാണ്. ഒരുതരം ഒന്നുകിൽ ആശാന നെഞ്ചത്ത് അല്ല കളരിക്ക് പുറത്ത് എന്നുള്ള മറ്റുള്ളൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. അതിനകത്തൊരു വകതിരിവിൻ്റെ, ഒരു കോമൺ സെൻസിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഈ സോഷ്യൽ മാധ്യമങ്ങൾ കാണുന്ന വലിയ വിമർശനത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ കവർ ചെയ്തതിൽ എനിക്ക് എൻ്റേതായ അഭിപ്രായം ഉണ്ട്. അത് നമ്മൾ ചർച്ചയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. വലിയ വിമർശനം, അതായത് എങ്ങനെ ചാനൽ കഴുകന്മാർ എന്നൊക്കെ പറയുന്നത്, ആ പ്രയോഗങ്ങളൊന്നും 100% എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. റൈറ്റ്, മടങ്ങിയെത്താം. BRP ഭാസ്കർ, ഈ
മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന് ഗുണഫലവും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റേതായ ദൂഷ്യങ്ങളുമുണ്ട് എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. അതിനപ്പുറത്ത് ചില മുൻവിധികൾ നമ്മളുടെ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ സ്വാധീനിക്കുന്നുണ്ടോ? ഇറാഖിലാണ്, സുന്നി വിമതരാണ്, ആയുധധാരികളാണ്, അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ ഇടയുള്ളൂ എന്ന ഒരു മുൻവിധിയോടുകൂടി ഈ കാര്യങ്ങളെ സമീപിച്ചതുപോലെ തോന്നുന്നുണ്ടോ? അത്തരമൊരു വിമർശനം കൂടി വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെ വിമർശനം പരിശോധിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ വിവരമുള്ളവരും വിവരമില്ലാത്തവരുമുണ്ട്. അത് ഒരു സ്വതന്ത്ര മാധ്യമമാണ്. ആർക്കും അവിടെ കയറി അഭിപ്രായം പറയാം. എവിടെയും അഭിപ്രായം പറയാനുള്ള അവസരമില്ലാത്ത നിരവധി ആളുകൾ ആ അവസരം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണമല്ല. അപ്പം അങ്ങനെയുള്ള വിമർശനത്തെ നമ്മൾ മാറ്റി നിർത്തണം. ശരിയായ വിമർശനം ഉൾക്കൊള്ളുകയും വേണം. ഇവിടെ ഇതിനകത്ത് കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലുകൾ ടെലിഫോൺ വഴി നഴ്സുമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആ സമയത്തുള്ള കവറേജ് നമ്മൾ പരിശോധിച്ചിരുന്നാൽ തന്നെ അവർക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് വേണം അവരോട് ചോദിക്കുവാനായിട്ട്. അവരെടുത്ത് യുദ്ധം സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ ചിലർ ചോദിക്കുന്നത് കേട്ടു. അവിടെ ഒരു കെട്ടിടത്തിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. വെളിയിൽ നടക്കുന്ന വെടിപൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കും. അതിൽ നിന്ന് അവരെന്ത് വിവരമാണ് ശേഖരിക്കുന്നത്? അപ്പോൾ അവര് യഥാർത്ഥത്തിൽ യുദ്ധം സംബന്ധിച്ച് വിവരം തരുന്നതിന് ഇൻഫോർമൻസ് ആയിട്ട് പോലും, വിവരം തരുന്നവരായിട്ട് പോലും ഉപയോഗിക്കപ്പെടാൻ കഴിയാത്ത ആളുകളാണ്. അവരുടെ കയ്യിൽ വിവരമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും ദിവസമായി നമ്മുടെ ചാനലുകൾ ഇത്രയും താല്പര്യം ഇതിനകത്ത് എടുത്തു. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായ സംവിധാനം ഇത് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട്, ഈ ഇറാഖ് ക്രൈസിസ് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് ചെയ്തോ എന്നെനിക്കറിയില്ല. ഒന്നോ രണ്ടോ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടു. അവരവരുടെ റിപ്പോർട്ടർമാരെ അയക്കുകയും ഈ സംഘർഷ മേഖലയ്ക്ക് അടുത്ത് സുരക്ഷിതമായി നിൽക്കാവുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് അവിടെ നിന്ന് വിവരം ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളത് ചെയ്തില്ല. ഒരുപക്ഷെ സാമ്പത്തിക പരാധീനതകൾ, നമ്മുടെ ചാനലുകളുടെ സാമ്പത്തിക പരാധീനതകളാവാം അതിനുള്ള കാരണം. പക്ഷേ ഒരു സോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സോഴ്സിന് ഏത് വിവരമാണ് തരാൻ കഴിയുന്നത്, അത് നൽകുന്ന ഏത് വിവരമാണ് ആശ്രയിക്കുവാൻ കഴിയുന്നത് എന്നുള്ള തരത്തിലുള്ള വിവേചനത്തോടുകൂടി നമ്മൾ ഇതിനെ പ്രയോജനപ്പെടുത്തണം. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഇപ്പോൾ നമുക്ക് ഉള്ളത്, ഈ 24 മണിക്കൂർ സംപ്രേഷണം, 24 മണിക്കൂറും വാർത്ത, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിരന്തരമായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുവാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ ഈ ഒരു വിഷയമെടുത്ത് അതിൽ തന്നെ ഇങ്ങനെ വിവരം ശേഖരിക്കാനുള്ള സമയം പോലും ഇല്ലാതെ വിവരം നൽകാൻ തുടങ്ങിയാൽ അതിനകത്ത് പല അപാകതകളും സ്വാഭാവികമായി തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തൊരു പ്രൊഫഷണൽ വശമുണ്ട്. അത് മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ടെലിവിഷൻ, ഈ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 24/7 ചാനലുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവർ ഇതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അവരുടെ തന്നെ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകളിരുന്ന് ആലോചിക്കണം. ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ പൊതുവെ ഈ ചർച്ച ഒരു നല്ല കാര്യമാണ്, ഇങ്ങനെയുള്ള ചർച്ച ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ മാധ്യമപ്രവർത്തകർ തന്നെ, പ്രൊഫഷണലുകൾ തന്നെ കൂടി ആലോചിക്കണം. നമ്മൾ ചെയ്തതിനകത്ത് ശരിയെന്ത് തെറ്റത്ത് എന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നതാണ്. ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ്, ഏത് തരത്തിലാണ് ഈ സമൂഹത്തെ സ്വാധീനിക്കുന്നത്, ഏത് തരത്തിലാണ് പ്രേക്ഷകരെ സ്വാധീനിക്കുന്നത്, ഏത് തരത്തിലാണ് ബന്ധപ്പെട്ട ആളുകളെയും അവരുടെ കുടുംബത്തെയും ബാധിക്കുന്നത്. ആ തരത്തിലുള്ള ചിന്തയൊക്കെ വേണ്ടുവോളം ഉണ്ടായില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. റൈറ്റ്. കെ ജെ ജേക്കബ്, നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന സമ്മർദ്ദം ടെലിവിഷൻ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അത് വേഗത്തിലെത്തിക്കുക, ആദ്യം എത്തിക്കുക എന്നതൊക്കെ അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ വരും. അത്തരമൊരു ജേർണലിസ്റ്റിനെയാണ് വിജയിച്ച ടെലിവിഷൻ ജേർണലിസ്റ്റായി കണക്കാക്കുകയും ചെയ്യുക. അത്തരമൊരു സാഹചര്യത്തിലാണ് പലപ്പോഴും വലിയ അബദ്ധങ്ങളെന്ന് പിന്നീട് വിമർശിക്കപ്പെടുന്ന വിവരങ്ങൾ നൽകപ്പെടുന്നതും. ഇത് ഈ ഇറാഖിൽ നിന്നുള്ള നഴ്സുമാരുടെ അവസ്ഥയും അവരുടെ തിരിച്ചെത്തിക്കലുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട, താങ്കൾ ഏറ്റവും അധികം വിമർശന ബുദ്ധിയോടെ കണ്ട സംഗതികൾ എന്തൊക്കെയാണ് ടെലിവിഷൻ മാധ്യമത്തിൽ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത്
ഈ കുട്ടികൾ വരിക, അവിടുത്തെ ലൈഫിനെ കുറിച്ച് ഇപ്പം ഞാനിപ്പം നമ്മുടെ കൂടെയുള്ള ശാലിനി പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് എങ്ങനെയായിരുന്നു അവിടുത്തെ ലൈഫ് എന്നുള്ളത്. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മലയാളികൾ ജീവിച്ചിരിപ്പുണ്ട്, സംഘർഷ മേഖലകളിൽ മലയാളികൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെ പെരുമാറ്റം എന്തായിരുന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ അവർ ഏത് വിമാനത്തിൽ വരുന്നു, ആ വിമാനം എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്, ഞാൻ കണക്ക് നോക്കി. ഒരു ദിവസം കൊച്ചിൻ വിമാനത്താവളത്തിൽ ഒരു വർഷം 53 ലക്ഷം ആൾക്കാർ വരുന്നുണ്ട്. ഒരു ദിവസം 150 ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവിടുന്ന്. ആ 150 ഫ്ലൈറ്റിൽ ഒരു ഫ്ലൈറ്റ് മാത്രമാണ്. ആ ഫ്ലൈറ്റ് വരുന്നു, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതൊന്നും പ്രേക്ഷകരെ സംബന്ധിച്ച് ബാധകമല്ല. അയാൾക്കതിൽ യാതൊരു താല്പര്യവുമില്ല. അവർ വരുന്ന വണ്ടി ബോയിങ് ആണോ എയർബസ് ആണോ, അതിൽ അവർക്കെന്ത് താല്പര്യം? ഇതൊക്കെ എന്തിനാണ് പ്രേക്ഷകനെ കാണിക്കുന്നത്? എന്നിട്ട് പറയുന്ന മണ്ടത്തരങ്ങൾ അതിൻ്റെ കൂടെ വരും. രാജീവ്, അതൊരു 24/7 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24/7 ടൈമിലും മണ്ടത്തരങ്ങൾ പറയുക എന്നുള്ളതല്ല. അതിന് യാതൊരു എക്സ്ക്യൂസുമില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനില്ലെങ്കിൽ ചോദിക്കാതിരിക്കാം. ഇപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ BRP സാർ പറഞ്ഞതുപോലെ തന്നെ അവർ ഇൻഫോർമൻസ് അല്ല. അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ട. അവരാരും റോക്കറ്റ് ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ആൾക്കാരല്ല. അപ്പം ഇന്ന് ഞാൻ കണ്ടു ഒരു ചാനലിൽ ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ ചെന്നിട്ട് റിപ്പോർട്ടറോട് സംസാരിക്കുന്നു. അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വലിയ BRP സാർ നേരെ സൂചിപ്പിച്ചതുപോലെ വലിയ കടബാധ്യതയൊക്കെ ഉണ്ടല്ലോ. എന്തിനാണ് അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസൾട്ടിംഗ് ആണ്. ഈ പെൺകുട്ടികൾ നമ്മൾ ആലോചിക്കേണ്ടത് നല്ല വിദ്യാഭ്യാസം നേടി വളരെ സംഘർഷം നിറഞ്ഞൊരു ഭൂമിയിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പോയ ആൾക്കാരാണ്. അവർ ചില്ലറക്കാരല്ല. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ വർക്ക്മാൻഷിപ്പ് കാണിച്ച കുട്ടികളാണ്. അതിലൊരു കുട്ടിയുടെ നേരെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് വലിയ കടബാധ്യത ഉള്ള ആളാണല്ലേ എന്ന്. എന്നിട്ട് അത് നാട്ടുകാരെ മുഴുവൻ കാണിക്കുകയാണ്. അത് അബ്സേർഡായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് 24/7 പ്രഷറിൻ്റെ ഭാഗമൊന്നുമല്ല. അത് ശുദ്ധമായ വിവരക്കേടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ പത്രപ്രവർത്തകർ പ്രിൻ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് നമുക്ക് തന്നു കഴിയുമ്പം ഒരു എഡിറ്റർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അവിടെ ഇരിപ്പുണ്ട്. അയാൾക്കാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള ശരിയായ ചിത്രം, മൊത്തമായിട്ടുള്ള ചിത്രം അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ റിപ്പോർട്ടറും കൊടുക്കുന്ന ഈ ചിത്രങ്ങൾ വെച്ചിട്ട് അയാളുടെ റീഡറോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിലാണ് ശരിക്കും ഒരു എഡിറ്ററുടെ പ്രൊഫഷണൽ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആ പണി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്കറിയാം പല ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടിനെയും ഒരു എഡിറ്റർ എന്ന് പറയുന്ന ആൾ ഹീസ് ഓൺ ടോപ്പ് ഓഫ് ദ സിറ്റുവേഷൻ. അയാളുടെ ഒരു റിപ്പോർട്ടർ ഒരു വാർത്ത കൊണ്ട് ഞെട്ടിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ ഒരു വിമാനം വന്ന് ഇറങ്ങുന്നതിൻ്റെ വിഷ്വൽ ഒരിക്കലും ഒരു മീഡിയത്തിൽ വരില്ല. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടർ പറയുന്ന അതേപടി നേരെ എയറിലേക്ക് പോകേണ്ട അവസ്ഥ വരുമ്പം ആ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ള ആളെയാണോ വിട്ടിരിക്കുന്നത്? അങ്ങനെയുള്ള ആളെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. BRP സാർ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇത്തരം കുട്ടികൾ വന്നു കഴിയുമ്പോൾ സെൻസിബിളായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണോ നമ്മൾ വിട്ടിരിക്കുന്നത്? അവരങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ ഒരു സിസ്റ്റമുണ്ടോ? ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിനുള്ള പ്രീകോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടോ? അതിന് മൊത്തമായിട്ട് എന്ത് ചിത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടുത്തുന്നത്? ഈ മണ്ടൻ ചോദ്യങ്ങൾ അവരോട് ചോദിച്ച് അവരെ ഇൻസൾട്ട് ചെയ്ത് ആ വർത്തമാനം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ 24/7 ചാനൽ നടത്തുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഈ കുട്ടികളോട് സംസാരിക്കുക, അവരുടെ അനുഭവങ്ങൾ നാട്ടുകാരോട് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിലൊരു സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. വാർത്തകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത്, ഞങ്ങൾക്കാണ് ഈ വിഷ്വൽ ആദ്യം കിട്ടിയത്, പ്രേക്ഷകനെ സംബന്ധിച്ച് അത് ബാധകമേ അല്ല. നിങ്ങൾ വലിയൊരു അഴിമതി കഥ പുറത്ത് കൊണ്ടുവരികയാണ്, ഞങ്ങൾക്കാണ് ഈ വാർത്ത ആദ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം അതിൻ്റെ പുറത്ത് ഒരു എഫേർട്ടുണ്ട്, അതിൻ്റെ പുറത്തൊരു റിസ്ക് ഉണ്ട്. പക്ഷേ ഇതിൽ ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മര്യാദയായിട്ട് കാണിച്ചത് അയാളാണെന്ന് മാത്രമേ നമ്മൾ കണക്കാക്കിയാൽ മതി. കാരണം ഞാൻ നേരത്തെ ജോലി ചെയ്തൊരു പത്രത്തിൽ എഡിറ്റർ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ബഹളം കൂട്ടുന്നിടത്ത് പോകാൻ പാടില്ല, അവിടെ പോയി കഴിഞ്ഞ് നിങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ കൊണ്ട് വരരുത്. അവിടെ പോലീസ് ലാത്തി ചാർജ് നടക്കുമ്പോൾ പത്രക്കാർ വിവരത്തിന് വേണ്ടി പോയപ്പോൾ ലാത്തി ചാർജ് വന്നതിനോടത്തിൽ എൻ്റെ റിപ്പോർട്ടർമാരുടെ പേരുണ്ടാവാൻ പാടില്ല. മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊഫഷണൽ എക്സലൻസ് മുമ്പേ BRP സാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് എല്ലാവരും കൂടി ചെല്ലുന്നത്? എന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ പറയുന്നത്, ആവശ്യമില്ലാത്ത വിവരങ്ങൾ നാട്ടുകാരുടെ അടുത്തേക്ക് കൊടുക്കുന്നത്,